അധികാരമേറ്റ് രണ്ടാം തവണ അധികാരമേറ്റതിന് ശേഷം ഉം. ട്രംപിൻ്റെ ചുവടുകളെല്ലാം പിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ചൈനയ്ക്ക് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു, പിന്നീട് അത് പിൻവലിച്ചു. ആ പിൻവലിക്കൽ ആദ്യം ഒരു നിശ്ചിത 3 മാസത്തേക്ക് കൊടുത്തു, പിന്നെ അത് നീട്ടി, അങ്ങനെയൊക്കെ പോകും. ഇപ്പം ഇന്ത്യക്കെതിരെ ഈ ഇറക്കുമതി തീരുവ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഈ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ രാഷ്ട്രത്തിൻ്റെ സൈനിക മേധാവിയെ വൈറ്റ് ഹൗസിൽ വിളിച്ച് വിരുന്നു കൊടുക്കും. അതേ അമേരിക്കൻ മണ്ണിൽ വെച്ച് അയാൾ പറയുന്നു, ആണവായുധം കയ്യിലുണ്ട്, ഞങ്ങൾ തകരുമെന്ന് തോന്നിയാൽ പകുതി രാഷ്ട്രങ്ങളെയും കൊണ്ടേ പോവുള്ളൂ എന്ന്. ഇപ്പോഴിതാ പുതിയൊരു നീക്കം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ വിമോചന പോരാളികളെ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി, അതിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് സാർ ഈ ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറയാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് കൊഞ്ച്, പിന്നെ വസ്ത്രങ്ങൾ, പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മുടെ ആത്മനിർഭർ ഭാരത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെയൊക്കെ ഫലമായിട്ടുള്ള മൊബൈൽ ഫോണുകൾ കയറ്റി അയക്കുന്നതിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. വില കൂടിയ മൊബൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് മൊബൈൽ, ഐഫോൺ, അതിൻ്റെ കാര്യത്തിലുമൊക്കെ നമ്പർ 1 സ്ഥാനം ഇപ്പോൾ ഇന്ത്യയാണ്. അതേസമയം പാകിസ്ഥാൻ കയറ്റി അയക്കുന്നത് ലോകരാഷ്ട്രങ്ങളിലേക്ക്, പ്രധാനമായിട്ട് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നു. അത് ഒരു വിലയും കൊടുക്കാതെ അവർ കയറ്റി അയക്കുക, വിലയും വാങ്ങിക്കാതെ മനുഷ്യജീവൻ്റെ വില കൊടുത്ത് അയക്കുന്നത് ടെററിസം, ഭീകരവാദം. അതാണ് നമ്മളിപ്പോൾ പഹൽഗാമിൽ കണ്ടു, നമ്മൾ മറുപടി കൊടുത്തു, പുൽവാമയിൽ കണ്ടു, അതിനുമുമ്പ് പത്താൻകോട്ട് കണ്ടു, ഒരുപാട് കണ്ടതാണ്. എത്രയോ വർഷങ്ങളായിട്ട് മുംബൈയിൽ കാശ്മീർ സ്ഥിരമായിട്ട് സരോജിനി മാർക്കറ്റ് ദീപാവലി സമയത്ത് ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ബോംബ് എവിടെ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു സ്ഥിതിയിൽ കൂടിയായിരുന്നു നമ്മൾ കടന്നുപോയ ട്രോമ. അങ്ങനെയായിരുന്നു. ആ ഒരു കാലത്തിൽ നിന്നും ഇതിൻ്റെ ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി താൽക്കാലികമായ ഒരു വിട ഇതിനെല്ലാം വരുത്തി വെച്ചിരിക്കുകയാണ്. അത് ചെയ്തവരെ നമ്മൾ കണ്ടുപിടിച്ച് കൊന്നു വകവരുത്തി നിർവീര്യരാക്കി. അങ്ങനെ അഭിമാനപൂർവ്വം രാജ്യം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഈ ലോക ഭീകരവാദത്തിനെതിരെയുള്ള ലോക പോലീസ് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്ക പെട്ടെന്നൊരു സഡൻ ഷിഫ്റ്റ് ഇൻ പോളിസി, ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ അതിന്, ഒരു കടൽ മാറ്റം, നയമാറ്റത്തിൽ ഒരു കടൽ മാറ്റം വന്നിരിക്കുന്നു. പെട്ടെന്ന് പാകിസ്ഥാനിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധനും അതുപോലെ സർവ്വവിധ ടെററിസങ്ങൾക്കും പരിശീലനം കൊടുക്കുന്ന ആളുമായിട്ടുള്ള ബുദ്ധി കേന്ദ്രമായിട്ടുള്ള അസീം മുനീറിനെ വിളിച്ച് സൽക്കരിച്ചു. ഒരു തവണ സൽക്കരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ രുചി പിടിച്ച് 2ാം വട്ടവും ഇപ്പോൾ അസീം മുനീർ വീണ്ടും പോയിരിക്കുകയാണ് അതിൻ്റെ പങ്കുപറ്റാൻ വേണ്ടി. അതെന്തുമായിക്കോട്ടെ, നമുക്കൊരു പ്രശ്നമല്ല. ലോക ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ഇന്ത്യക്ക് ഈ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒപ്പമുണ്ട് എന്ന് പറയുന്ന ട്രംപിൻ്റെ വാഗ്ദാനം ഒരു പക്ഷേ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ CPMൻ്റെ വാഗ്ദാനം പോലായി. ശത്രുവായിട്ടുള്ള ദിവ്യയുടെ ഒപ്പമായി, കുടുംബത്തോടൊപ്പമായി. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ടെന്ന് കുടുംബത്തോടൊപ്പം എന്നേ അവർ പറഞ്ഞുള്ളൂ. സത്യം അവർ പറഞ്ഞു. ഏത് കുടുംബത്തോടൊപ്പം? നവീൻ ബാബുവിൻ്റെയും മഞ്ജുഷയുടെയും കുടുംബത്തോടൊപ്പമല്ല, PP ദിവ്യയുടെ കുടുംബത്തോടാണെന്ന് കാലം തെളിയിച്ചതുപോലെ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ടെന്ന് ട്രംപ് പറഞ്ഞത് നമ്മളോടൊപ്പമല്ല, പാകിസ്ഥാനോടൊപ്പമാണ് എന്നാണ്. ഇപ്പം ഏറ്റവും പൊതു ഉദാഹരണമെന്ന് പറയുന്നത് ബലൂജ് ലിബറേഷൻ ആർമി, ആ ഭീകര സംഘടനയായിട്ട് അതിനെ, ആ വിമോചന മുന്നണിയെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. കാര്യം എന്താണെന്ന് പ്രശാന്തിന് മനസ്സിലായി. നമ്മൾ ചേർത്ത് വായിക്കണം. നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സിൽ കാര്യങ്ങൾ ചേർത്ത് വായിക്കണം. ഈ ട്രംപ് തന്നെയാണ് പറഞ്ഞത്, പാകിസ്ഥാനിൽ ഞങ്ങൾ എണ്ണ പരിവേഷണം നടത്തും, എണ്ണ പരിവേഷണം നടത്തി എണ്ണ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കും പാകിസ്ഥാൻ. അങ്ങനെ സമ്പന്ന രാജ്യമായിട്ട് അബുദാബി പോലെ, ദുബായ് പോലെ, ഒമാൻ പോലെ, ഖത്തർ പോലെ അതിനെ മാറ്റും. ഇപ്പോൾ ആൾറെഡി ഒരു ഖത്തറാണ്. ആഗോള സിയോണിസ്റ്റ് വിരുദ്ധതയുടെ കേന്ദ്രമാണ് ഖത്തർ എന്നിപ്പോൾ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു പത്രം തന്നെ വിശേഷിപ്പിച്ചിരിക്കുക. അവർ രഹസ്യങ്ങൾ കണ്ടെത്തിയതുകൊണ്ടാണ്. എന്ന് പറയുന്ന പോലെ ആഗോള ഇന്ത്യ വിരുദ്ധതയുടെ കേന്ദ്രമായിട്ട് നമ്മുടെ അടുത്ത രാജ്യത്തെ മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്താണ് കാര്യമെന്ന് പ്രശാന്തിന് മനസ്സിലായോ? എന്തെങ്കിലും ഊഹം കിട്ടിയോ? സാർ, ഈ
ബലൂചിസ്ഥാനിൽ ഒരു വലിയ സ്വാതന്ത്ര്യ പോരാട്ടം നടക്കുന്നുണ്ട്. അവര് അതല്ല, അതുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് ട്രംപ് പാകിസ്ഥാനോട് അടുക്കുകയും ഇന്ത്യയോട് അകലുകയും ചെയ്യും? ഇതാണ് ചോദ്യം. ഈ ഇന്ത്യ പാകിസ്ഥാൻ പോര് വൈരം ഇങ്ങനെ നിലനിർത്തിയാൽ മാത്രമേ ട്രംപിനും അമേരിക്കയ്ക്കും അല്ല, പാടെ തെറ്റിപ്പോയി. ഉം. അത് പിന്നെ നിലനിർത്തുന്നുണ്ട്, ഒരു തലത്തിൽ അത് നിലനിർത്തുന്നുണ്ട് എല്ലാ പ്രസിഡന്റുമാരും പിന്നെ പണ്ട് എന്താണ്? മുതലേ. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ആ. ട്രംപിൻ്റെ ഇറ്റ്സ് എ പേഴ്സണൽ ഈഗോ. ഉം. പാകിസ്ഥാൻ പറഞ്ഞു, ഓ ട്രംപ് എന്തൊരു മഹാൻ, അദ്ദേഹമാണ് ഈ യുദ്ധം നിർത്തിത്തന്നത്, കാരണം അവരെ രക്ഷിച്ചു. അല്ലെങ്കിൽ അടിപടലെ അവരുടെ ആണവ ബോംബുകളും നമ്മൾ നിർത്തലാക്കിയതിനെയും അവർ കരഞ്ഞപേക്ഷിച്ചാൽ ഞങ്ങളെ വെറുതെ വിടണേ. നമുക്കൊരു ഭൂതദയ എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് കേണപേക്ഷിക്കുന്ന ആളിനോട് നമുക്ക് വീണ് കിടക്കുന്നവനെ അല്ല, ചവിട്ടാറില്ല. അതെ, നമ്മളുടെ എതിർപ്പും നമ്മളുടെ ശത്രുതയും പാകിസ്ഥാനോടല്ല, ഭീകരവാദം. അതിൻ്റെ താവളങ്ങൾ നമ്മൾ തകർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കേണപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഒരു ദയുണ്ടല്ലോ, ആ ദയ പലപ്പോഴും അപകടകരമാണ്. ആ ദയ കാണിച്ച് നമ്മൾ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് പാകിസ്ഥാൻ ഇന്നും ഉണ്ട്. ഈ ഭൂമുഖത്ത് പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം ഇന്ന് നിലനിൽക്കുന്നു. ആ നന്ദി പക്ഷേ പാകിസ്ഥാനില്ല. ഇപ്പോൾ വീണ്ടും അമേരിക്കയുടെ ശാപ്പാട് കിട്ടിയപ്പോൾ വീര്യമൊക്കെ ഒന്ന് കൂടി, ചോറ് കുത്തുന്നു അസ്ഥിക്കിടയിൽ. അങ്ങനെ വന്നിട്ട് ഇനി ഞങ്ങളിപ്പോൾ നടത്താം, ആണവ യുദ്ധം നടത്തും. ബലാവൽ ഭൂട്ടോ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ സിന്ധു സിന്ധു നദീജലത്തിന് അണ കെട്ടിയാൽ ഞങ്ങൾ മിസൈൽ വെച്ച് തകർക്കുമെന്ന് അമേരിക്ക നൽകുന്ന ഉശിരാണ്. ഈ ഉശിര അമേരിക്ക എന്തുകൊണ്ട് കൊടുത്തു എന്നറിയാം? മഹാനായ ട്രംപേ അങ്ങ് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം അർഹിക്കുന്നവനാകുന്നേ എന്ന് സ്തുതിവാചകം. അതിൽ ട്രംപ് വീണു. ആ ട്രാപ്പിലാണ് ട്രംപ് വീണിരിക്കുന്നത്. ആ ട്രാപ്പിൽ നിന്ന് അതേസമയം ഇന്ത്യ പറഞ്ഞു, ലോകത്തിലെ ഒരൊറ്റ നേതാവും അയാളുടെയും അഭ്യർത്ഥന കൊണ്ടല്ല ഞങ്ങൾ യുദ്ധം നിർത്തിയത്. പാക് സൈനിക കമാൻഡർ കാല് പിടിച്ച് അപേക്ഷിച്ചു, ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ യുദ്ധം DG അത് ഈ നശിച്ചു എന്നുള്ളത് ആസിഫ് മുനീർ സമ്മതിക്കുന്നുണ്ട്, ബലാവൽ ഭൂട്ടോ സമ്മതിക്കുന്നുണ്ട്, പാകിസ്ഥാൻ്റെ ഷഹബാസ് ഷെറീഫ് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ സമ്മതിക്കാത്ത ഒരു മഹാൻ ഇപ്പോൾ ഉണ്ട്. അത് പക്ഷേ പാകിസ്ഥാനിലല്ല, ഇന്ത്യയിലാണ്. രാഹുൽ ഗാന്ധി, സാക്ഷാൽ രാഹുൽ ഗാന്ധി. അതെ, മോദിയെ എങ്ങനെയെങ്കിലും ഒന്ന് മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. അങ്ങനെ ദുഷ്ടന്മാർ എവിടെയുണ്ടല്ലോ. അപ്പം ട്രംപിനെ ഒന്ന് പുകഴ്ത്തിക്കൊണ്ട്, ട്രംപേ നീ മഹാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴ്ത്തുപാട്ടിൻ്റെ ഇരയാണ് ഈ ട്രംപ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ ഭയങ്കര സുന്ദരനാണെന്ന് പറഞ്ഞാലും മതി, യു ആർ സോ ലുക്കിംഗ് ഹാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണു പോകുന്ന ഒരു വിഡ്ഢിയനാണ് ഈ ട്രംപ്. സാറ പറയുന്നതിനകത്ത് സാങ്കത്യമുണ്ട്. പക്ഷെ മറ്റൊരു സംശയം എനിക്കുള്ളത് സാറേ, ഈ ബലൂചിസ്ഥാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ പൂർത്തിയാക്കണം. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ട്രാപ്പിലേക്ക് മോദിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും രാഹുൽ ഗാന്ധി വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത്, ട്രംപ് ഇടപെട്ടോ എന്ന് പാർലമെന്റിൽ. അപ്പം പറഞ്ഞ മറുപടി, ലോകത്തൊരു നേതാവ്. നിങ്ങളെന്താ ട്രംപ് എന്ന് പറയാത്ത? എന്തിനാ? ട്രംപിനെയും മോദിയെയും തമ്മിൽ അടുപ്പിച്ച് ഇന്ത്യയെ മോശമാക്കുക, ഇന്ത്യക്ക് ട്രംപ് നൽകുന്ന സഹായങ്ങൾ ഇല്ലാതാക്കുക, പിന്തുണ ഇല്ലാതാക്കുക. അതിനുവേണ്ടി ദേശദ്രോഹപരമായിട്ട് ചെയ്യുന്നൊരു കാര്യം. അല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞ് നമ്മളങ്ങ് അവഗണിച്ചാൽ പോരെ? മോദിയെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യം അതിനു വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് സമാധാനം ട്രംപ് എന്നുള്ള പേരും കൂടെ പറയണം. ഇനി അതും പറഞ്ഞിട്ട് വേണം ഇന്ത്യയോടുള്ള ശത്രുത കൂട്ടാൻ. ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഫലമാണിപ്പോൾ പാകിസ്ഥാന് അവരുടെ സംഘടനയായിട്ടുള്ള ബലൂച്ച് നാഷണൽ ആർമി, വിമോചന മുന്നണിയായിട്ടുള്ള ബലൂച്ച് നാഷണൽ ആർമിയെ അവർ ഇപ്പോൾ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു. ലഷ്കർ ഇ തൊയ്ബയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അവർ അൽ ഖ്വയ്ദയെ മാത്രമാണ് ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത്. അതിൻ്റെ പല അവാന്തര വിഭാഗങ്ങളും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരെയൊന്നും ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ പണ്ടേ മൻമോഹൻ സിംഗ് പറഞ്ഞ പോലെ ഭീകരതയ്ക്കെതിരായിട്ട് യുദ്ധത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ ഒറ്റയാണ്. നമ്മൾ കരുതി തന്നെ ഇരിക്കണം. അതിനുള്ള ശക്തി മോദിക്കുണ്ട്, ഇച്ഛാശക്തി മോദിക്കുണ്ട്, വേണ്ട ശക്തി സൈന്യത്തിനുമുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് രാഹുൽ ഗാന്ധിയാണ്. ദിസ് ഈസ് ഇൻ സ്പൈറ്റ് ഓഫ് അവർ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഓഗസ്റ്റ് 15 ഈ പുത്തിനെ കാണുന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ അധിക ശുംഖമായിട്ടുള്ള 25% പോവും. 25% മാത്രമേ പിന്നെ കാണൂ. അതിനുശേഷം ഐക്യരാഷ്ട്രസഭയിലേക്ക് മോദി തന്നെ പോവുകയാണ്. ട്രംപിനെ കാണാതിരിക്കുകയില്ല, 10 ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയില്ല. ഉസാമ ബിൻ ലാദനെ ഒളിപ്പിച്ച പാകിസ്ഥാനാണോ
നിങ്ങൾ ഈ ഇങ്ങനെ ഭീകരവാദ സംഘടനയായിട്ടുള്ള പ്രഖ്യാപനം, എണ്ണ പരിവേഷണം, അതുപോലെ ആയുധം, പണം, സദ്യ ഇതെല്ലാം ഒരുക്കി കൊടുക്കുന്നത്? ഉത്തരം മുട്ടും ട്രംപിന്. ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ ചിലപ്പോൾ ബോധോദയം ഉണ്ടായാൽ അത് ലോക സമാധാനത്തിന് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല ഫലം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഒറ്റ വരിയിൽ ചോദ്യം, ഈ ബലൂചിസ്ഥാനിൽ അമേരിക്ക കണ്ണുവെക്കുന്നത് എന്താണ്? അത് അവിടുത്തെ ധാതു സമ്പത്താണോ? ധാതു സമ്പത്തുണ്ട്. ഈ എണ്ണ എന്ന് പറയുന്ന വെറും തട്ടിപ്പ്. അവിടെ ഒരു എണ്ണമയമൊന്നും ഉണ്ടെങ്കിൽ ഇന്ത്യയിലും കണ്ടേരി, ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ലേ, എവിടെയെങ്കിലും കണ്ടേരി. അങ്ങനെ അവിടെ കണ്ടെത്തിയാൽ നമ്മളും ഗവേഷണം നടത്തണം. പഞ്ചാബ്, അതുപോലെ തന്നെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ നമ്മൾ തിരിച്ച് വാങ്ങിച്ചിട്ട് അവിടെ ഗവേഷണം നടത്തണം, പര്യവേഷണം നടത്തണം, തിരിച്ചു പിടിക്കണം. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എണ്ണ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ സാമ്പത്തിക പ്രാധാന്യം വരികയാണ് ആ സ്ഥലത്തിനപ്പോൾ. ആ മുസാഫർ നഗർ ഉണ്ട് അവിടെ, മുസഫർപൂർ അല്ല, മുസാഫർ നഗർ ഇന്ത്യയുടെ ഭാഗമാണത്. പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുക. അത് തിരിച്ചു പിടിച്ചിട്ട് അവിടെ പര്യവേഷണം നടത്തണം. ചൈന നമ്മളോടൊപ്പം നിൽക്കുന്നു. പാകിസ്ഥാൻ അമേരിക്കയോടൊപ്പം കൂടുതൽ ചേരുന്നതോടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ചൈനയുടെ ചായ്വ് ഇന്ത്യയോടായിട്ട് വരികയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇന്ത്യക്ക് നിഷ്പ്രയാസം ചൈനയുടെ ഇടപെടലില്ലാതെ ആ POK നമുക്ക് നമ്മുടെ കൈപ്പത്തിയിലാക്കാൻ പറ്റും, ഒരു സംശയമില്ല. അവിടെ നമ്മൾ വെണ്ണാകം തട്ടി പാകിസ്ഥാനിലേക്ക് നമ്മൾ കയറ്റി വെച്ച് കൊടുക്കണം. അതാണ് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പാകിസ്ഥാനിൽ എണ്ണ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിനിടയാക്കും. ആ അറബ് രാജ്യങ്ങൾ സമ്പന്നമായതുപോലെ പാകിസ്ഥാൻ സമ്പന്നമായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം, ഈ പണം അവർ പാവങ്ങൾക്ക് കൊടുക്കില്ല, മറിച്ച് ആയുധങ്ങൾ വാങ്ങിച്ച് ഇന്ത്യ വേണ്ടിയിട്ട് ഉപയോഗിക്കും.